ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. തൊഴിൽ തട്ടിപ്പിൽ വഞ്ചിതരായ മലയാളി യുവാക്കൾ മനുഷ്യക്കടത്തിന് ഇരകളായി റഷ്യയിലെ യുദ്ധമുഖത്ത്. കുറാഞ്ചേരി കുത്തുപാറ സ്വദേശി തെക്കേമുറിയിൽ വീട്ടിൽ 27 വയസ്സുള്ള ജെയിൻ കുര്യാക്കോസ്, കുട്ടനെല്ലൂർ സ്വദേശി തോളത്ത് വീട്ടിൽ 31 വയസ്സുള്ള ബിനിൽ ബാബു എന്നിവരാണ് കഴിഞ്ഞ 8 മാസമായി റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഞങ്ങളിവിടെ റഷ്യയിൽ ആർമിയിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സന്ദീപിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 ആഴ്ച മുമ്പാണ് സന്ദീപ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എംബസിയിൽ വിളിച്ച് ഞങ്ങളുടെ തിരിച്ചു പോരാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പം മാറ്റിയെന്ന് അറിഞ്ഞായിരുന്നു എംബസി ഇടപെട്ടിട്ട്. ഞങ്ങളിപ്പോഴും ഫ്രണ്ട് ലൈനിൽ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ബാക്കിലോട്ട് പോയി, പക്ഷെ ഞങ്ങൾ മാത്രം ബാക്കിലോട്ട് പോയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. അതിൻ്റെ കാരണം എന്തിനാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലിലാണ് ഇരുവരും റഷ്യയിലെത്തിയത്. അവിടുത്തെ മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത്. യുദ്ധമുഖത്ത് എന്തും സംഭവിക്കാം. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ജെയിൻ കുടുംബത്തിനയച്ച അവസാനത്തെ സന്ദേശത്തിൽ പറയുന്നത്. കുറാഞ്ചേരി കുത്തുപാറ തെക്കേമുറിയിൽ വീട്ടിൽ കുര്യൻ ജെസ്സി ദമ്പതികളുടെ മകനാണ് ജയൻ കുര്യൻ. തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി തോളത്ത് വീട്ടിൽ 31 വയസ്സുള്ള ബിനിൽ ബാബു എന്നിവരാണ് റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നത്. എത്രയും വേഗം ഇവരെ നാട്ടിലെത്തിക്കണമെന്നാണ് വീട്ടുകാരുടെ അപേക്ഷ. ഏപ്രിൽ 4-നാണ് ജെയിനും ബിനിലും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പിന്നെയാണ് അവർ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായത്. 4 മാസമായി മന്ത്രിമാർക്കും MP-മാർക്കുമെല്ലാം അപേക്ഷ നൽകി. നോർക്കയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ നിസ്സഹായരാണെന്നാണ് പറയുന്നത്. വരും, വിഷമിക്കരുത് എന്ന ആശ്വാസ വാക്കുകൾ മാത്രമാണ് ലഭിക്കുന്നതെന്നും ഇരുവരുടെയും ബന്ധുക്കൾ പറയുന്നു. PCV ന്യൂസ്, കുറാഞ്ചേരി.